പശ്ചിമ ബംഗാളിൽ കനത്ത പരാജയമാണ് തൃണമൂൽ കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി നിന്ന ഭവാനിപൂരിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നതിൽ നിന്നും ബംഗാളിലെ ജനം ബിജെപിയെ ഏറ്റെടുത്തു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ അവിടെ നിന്നും തൂത്തെറിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്വന്തം കോട്ടയിൽ കാലിടറില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് മമത ഇവിടെ എടുത്തത്. ഇതോടുകൂടിയാണ് ബിജെപി നേതാവായ സുവേന്ദു അധികാരിയോട് ധൈര്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ തന്നെ തോൽപ്പിക്കൂ എന്ന രീതിയിൽ ഒരു വെല്ലുവിളി ഇവിടെ പറയാതെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള ഒരു പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. ബംഗാളിലെ ജനങ്ങളെ ദ്രോഹിച്ചതിനുള്ള ഒരു മറുപടിയാണ് അവർ ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ഓരോ വോട്ടുകളിലൂടെ തന്നെ അവർ നൽകിയിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഭവാനിപൂരിൽ നിന്ന് മത്സരിക്കൂ എന്ന് മമത വെല്ലുവിളിച്ചു. അവിടെ പോയി മമത വലിയ രീതിയിൽ തോൽവി ഏറ്റുവാങ്ങി. തിരഞ്ഞെടുപ്പിൽ 15,000 വോട്ടുകൾക്ക് മമതയെ വധിച്ചുകൊണ്ട് സുവേന്ദു അധികാരി വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അവിടെ വിജയിച്ചു കയറുകയാണ് ചെയ്തിരിക്കുന്നത്. തന്റെ ശക്തി കേന്ദ്രമായ നന്ദിഗ്രാമിൽ ഏകദേശം 9,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതിന് പിന്നാലെ സുവേന്ദു അധികാരി മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വിജയം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭവാനിപൂരിൽ വന്ന് മത്സരിച്ച് തോൽപ്പിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അവിടെ ശ്രമിക്കണമെന്നതായിരുന്നു മമത വലിയ രീതിയിൽ വെല്ലുവിളി നടത്തിയത്. എന്നാൽ ആ വെല്ലുവിളി സുവേന്ദു അധികാരി ഏറ്റെടുത്തുകൊണ്ട് ഭവാനിപൂരിൽ തന്നെ മത്സരിക്കുമെന്ന് മമത ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല. ഇത് പിണറായി വിജയനോട് മലപ്പുറത്ത് വന്ന് മത്സരിക്കൂ എന്ന് വെല്ലുവിളിക്കുന്നതിനോട് സാമ്യമായ ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ വെല്ലുവിളി ഏറ്റെടുത്തതോടുകൂടി തന്നെ അവിടെ വലിയ രീതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നതാണ് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം. ഭവാനിപൂരിൽ വിജയം സ്വന്തമാക്കിയാണ് സുവേന്ദു അധികാരി ശ്രദ്ധ നേടിയത്. ഭവാനിപൂരിലെ വോട്ടെണ്ണൽ നാടകീയമായ വഴിത്തിരിവുകളിൽ അതിലേക്ക് മുന്നേറുകയും ചെയ്തു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ സുവേന്ദു അധികാരി മുന്നിലായിരുന്നുവെങ്കിൽ പോലും തുടക്കത്തിലെ റൗണ്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ മമത മുന്നിലെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് 18ാം റൗണ്ടിലേക്ക് കടന്നപ്പോഴാണ് സുവേന്ദു അധികാരി വലിയ രീതിയിൽ ലീഡ് തിരിച്ചുപിടിച്ചത്. ഒടുവിൽ 20 റൗണ്ടുകൾ പൂർത്തിയാക്കി വലിയ രീതിയിൽ ഒരു ഫലപ്രഖ്യാപനം പുറത്തു വന്നപ്പോഴേക്കും ഏകദേശം സമയം ഒരുപാട് നീളുകയും എന്നാൽ വിജയം അവിടെ സുനിശ്ചിതമാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമുക്കറിയാം, മിനി ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭവാനിപൂരിൽ വലിയ രീതിയിൽ സുവേന്ദു മമതയും തമ്മിൽ കടുത്ത മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. മാത്രമല്ല ഇതിനോടകം തന്നെ ആ ഒരു വോട്ടെണ്ണലിൽ ഉടനീളം തന്നെ നാടകീയമായ ചില നീക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ രാവിലെ അദ്ദേഹം ലീഡ് നേടിയെങ്കിലും പിന്നീട് ലീഡ് ഏറ്റവും അവസാനത്തേക്ക് മറിയുകയും പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ ഒരു വിടവ് അവിടെ കുറയ്ക്കുകയും ഏകദേശം 7ാം റൗണ്ടിൽ അല്പം മുന്നിലെത്തുകയും ചെയ്തു. അത് ഒരു ഘട്ടത്തിൽ അവർ 19,000 വോട്ടുകൾ കൂടുതൽ ലീഡ് നേടി. അതായത് മമത ഒരു ലീഡ് നേടുകയാണ് അവിടെ ചെയ്തത്. പിന്നീട് ഇത് മത്സരം അവർക്ക് എളുപ്പമാകുന്നതിൽ തന്നെ അത് തോന്നിപ്പിക്കുന്ന ഒരു അവസരം വരെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ വൈകുന്നേരം 6:30 തന്നെ മമതയുടെ ലീഡ് വെറും 2,000-ത്തിനകത്ത് എത്തുന്ന രീതിയിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. പിന്നീട് രാത്രിയോട് കൂടിയിട്ടാണ് 20 റൗണ്ടുകളിൽ 18 എണ്ണത്തിന്റെ കൗണ്ടിംഗ് പൂർത്തിയായപ്പോൾ സുവേന്ദു അധികാരി ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഭൂരിപക്ഷം 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഭവാനിപൂരിൽ മമതയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 2011 തന്റെ കോട്ടയായ നന്ദിഗ്രാമിൽ വന്ന് ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കൂ എന്ന് സുവേന്ദു അധികാരി മമതയെ വെല്ലുവിളിച്ചിരുന്നു. അന്ന് വെല്ലുവിളി ഏറ്റെടുത്ത് മമത നന്ദിഗ്രാമിൽ മത്സരിച്ചു. പക്ഷെ അന്ന് വിജയം സുവേന്ദുവിന്റെ പക്ഷത്ത് തന്നെയായിരുന്നു. ഇന്നും അതേ രീതി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.